തെറ്റിയെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹള. സമ്മതം ചോദിക്കാണ്ട് എങ്ങനെയാ അകത്ത് കിടക്കാന്ന് വിചാരിച്ചിട്ടാ. ഇനി അമ്മയുടെ മുറിയിലൂടെ നോക്കാനുള്ളൂ. അറിയാണ്ട് ആരെങ്കിലും അതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടാവോ? എന്റെ മുറിയിലോ? ഒരു തരക്കേടുമില്ല മോളെ. അതിനകത്ത് തിരഞ്ഞാൽ നിനക്ക് അങ്ങേയറ്റം സുധാകരൻ പണ്ടുകൊടുത്ത 5 6 പട്ടുപോണവും കിട്ടും. വേണമെങ്കിൽ പോയി എടുത്തോ. ഇത് തന്നെയാണോ തൊണ്ടി സാധനം? വീട്ടിൽ വെച്ച് പറഞ്ഞതാ. അകത്ത് വല്ല സ്വർണ്ണോ പണോ ആണെങ്കിൽ ഇവിടെ വെച്ച് തുറക്കണ്ടെന്ന് അവളോട് പറയടാ. ഇനി സമാധാനായല്ലോ. എന്തു ബഹളായിരുന്നു ഇവിടെ. ഇപ്പൊ മനസ്സിലായില്ലേ ചിന്നമ്മാളമ്മയുടെ അടുത്ത് വന്നാ ഒന്നും നഷ്ടപ്പെടൂലെന്ന്. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ച ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല. എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിതന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയൂല. ഞങ്ങളുടെ തറവാട്ട് പറമ്പിന്റെ അതിരില് തേൻകിനിന്ന് ഒരു മാവുണ്ടായിരുന്നു എന്ന് ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിരുന്നു. അതിന് ഒരു ദിവസം പണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചിയിൽ ഒരു മാമ്പഴം കണ്ടു. എറിഞ്ഞു വീഴ്ത്താൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു. പറ്റുമെന്ന് ഞാനും പറഞ്ഞു. ജീവിതത്തിൽ ആകെപ്പാട് ഒരു മാങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ. ആ കല്ല ഇത്. എങ്ങനെയുണ്ട്? ഇതിന് അരവട്ടല്ല, മുഴുത്ത വട്ട് തന്നെയാ. പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റു പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കും. നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല. സൂക്ഷിച്ചു വെച്ച അല്ലെ കൊണ്ട് പുഴുങ്ങിത്തില്ല. എന്നിട്ട് ആ മാങ്ങ ഒറ്റയേറിന് തന്നെ വീണോ ചേച്ചി? വീണു. അത് പണിക്കരങ്ങൾ തിന്നുകയും ചെയ്തു. അതിന്റെ അണ്ടി ചിലപ്പോ ആ പണിക്കരുടെ വീട്ടിൽ തന്നെ കാണും. ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്കാം അല്ലേ? അല്ല, സാധാരണ 7 മണിക്ക് പോകുന്ന ആളെന്താന്ന് 11 മണിയായിട്ടും പോകത്തെ? ധൃതി പിടിച്ചൊരു കല്യാണം വേണ്ടായിരുന്നു. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൂക്കം ശരിയാവുന്നില്ല. നേരാൻ വണ്ണം തൂക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മുൻതൂക്കം കൂടി പോണേ. ഇനിയിപ്പോ അത് ആലോചിച്ച് തരിപ്പടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നിർത്തി. ഒരു സംഗതി പറയാനുണ്ട്. നിങ്ങളത്ര വിദ്യാഭ്യാസം ഞമ്മക്കില്ല. പക്ഷെ അനുഭവത്തിന് വിളിച്ചത് പറയാം. ഏതൊരു പെണ്ണും വിവാഹത്തിന് ശേഷം ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു മധുവിധം. ഒരു 2 ആഴ്ച ലീവ് എടുത്തൊന്ന് കറങ്ങിയാണ്. ഇവിടെ ഇപ്പൊ ഒന്നാണ് വരാൻ പോണേ. കൂടിപ്പോയാ ബോംബെക്കുള്ള ബസ് ബാംഗ്ലൂർക്ക് ഉത്തരല്ലേ ഉള്ളൂ. ഫോട്ടോ വേല ട്രിപ്പ്. ആലോചിക്കാനൊന്നുമില്ല. ഒന്ന് ഹിമാലയം വരെ പോയി പോന്നാള്. തണുത്ത കാറ്റടിക്കുമ്പോ മനസ്സൊക്കെ ഒന്ന് കുളിരും. അപ്പൊ അന്യോന്യം പലതും പറയാനുണ്ടാവും. പാലം കെട്ടൻ്റെ അടുത്ത് കെട്ടിയാൽ ഏത് പോയി അക്കരെ കിടക്കാം. എന്നാ സുധാരം കിട്ടും. എനിക്ക് ചെറിയൊരു പണിയുണ്ട്. എത്ര കാലാണ് മതിലിയാട്ടോ പണ്ടാറടക്കാന്. നേരെ ഒത്തുകിട്ടല്ലോ മോളെ. അല്ലാതെ എപ്പോഴും വന്ന് ചാടാൻ പറ്റുമോ? അല്ല, നീ എന്താ വെച്ചു കയറുന്ന കാര്യങ്ങളെ? അമ്മക്ക് ഇങ്ങനെ എത്ര കാലം കഴിയാൻ പറ്റും? എന്റെ വാപ്പക്ക് കൊടുക്കാനുള്ള സ്ത്രീധനം കൊടുത്ത് വാപ്പന്റെ പേരിലുള്ള എന്റെ പേരിലേക്ക് എന്നെ കൂട്ടി പോകാൻ കഴിയുന്ന കാലത്തോളം ഇങ്ങനെയൊക്കെ ചാടി മറിഞ്ഞ് തന്നെ കയ്യും തരും. അത് കിട്ടാതെ വിടൂലാന്ന് എന്റെ വാപ്പ. അങ്ങനെയാണ് ഈ വിടന്നോട്ടെ ഞാൻ വിടന്നോട്ടെ നിന്റെ വാപ്പ. അങ്ങനെ ഒരു ജോലി ഹംക്കേള്. ഓടത്തോളം പോട്ടെ, സഹിക്ക് തന്നെ. ഇങ്ങനെ സഹിക്കുന്ന ആരും ഈ ദുനിയാവിൽ ഉണ്ടാവൂല എന്നാര് പറഞ്ഞു? ഇതിലും വലുത് സഹിക്കുന്ന ഒരുത്തനെ കണ്ടിട്ടാണ് ഞാനിപ്പോ അങ്ങോട്ട് വന്നേ. അല്ല, എന്റെ നീ ആദ്യമായിട്ട് മാങ്ങ
തലക്കറിനെ കല്ലുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. അത് പോട്ടെ, നീ ജീവിതത്തിൽ ആദ്യമായിട്ട് തേച്ച സോപ്പിന്റെ കണ്ടെന്ന് എന്റെ അടുത്ത്? ഇല്ല. അതുമില്ലല്ലോ. ആ, നീ ഫസ്റ്റിലിട്ട കുപ്പായം കണ്ട ഇവര്? അതിന് ഇതൊക്കെ സൂക്ഷിക്കാൻ എനിക്ക് ഭ്രാന്തുണ്ടോ? അതാണ് പറഞ്ഞത്, നമ്മളെക്കാൾ സഹിക്കുന്ന മനുഷ്യന്മാർ ഈ ദുനിയാവിലുണ്ട്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല പിച്ചു. അതെന്താണ് പിച്ചു? കൊടിയിലൊരു ശബ്ദം കേട്ടത്. അതെന്നെ ബാപ്പ. അയ്യോ പാപ്പ, പിന്നെ ആ കള്ളുഷാപ്പിലെ നായ പിന്നാമ്പുറത്തും ചാടുന്ന പാപ്പ. നമ്മൾ ഓടിച്ച് എറിഞ്ഞ് കാലൊടിക്കാക്കി മാറില്ലേ പാരട്ട നായ. അതിനെ ഇങ്ങോട്ട് വന്നു പോകരുത്. എടി, അന്റെ വല്യാപ്പന്റെ മൂന്നൊക്കെയാൻ പറഞ്ഞു. എന്റെ മുന്നാട്ടിരിക്കെ. അല്ലാന്ന് ഈ കളവൻ ഉറങ്ങിക്കൂടായിരുന്നു. കള്ളൻ. ഉറക്കം വന്നിട്ടൊന്നുമല്ല ഇങ്ങനെ തലേനും കെട്ടിപ്പിടിച്ച് കിടക്കുന്നെന്ന് എനിക്കറിയാം. ഈ ലോകത്ത് കെട്ടിപ്പിടിച്ചാൽ പരാതി പറയാത്ത ഒരേ ഒരു സാധനമുള്ളൂ, തലേണ. ഓഹോ. നിനക്കറിയോ, ഇതെന്റെ കടിഞ്ഞൂൽ കല്യാണ. ഈ ദാമ്പത്യം എന്ന് പറയുന്നത് ഞാൻ വായിക്കാത്തൊരു പുസ്തകം. ഒരു പുസ്തകം വായിക്കാനോ പഠിക്കാനോ കഴിയാതെ അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ട ഗതികേടില്ല ഞാൻ. അറിയാൻ വയ്യാൻ ചോദിക്കുക, എന്നെ എന്തിനെങ്ങനെ ദ്രോഹിക്കുന്നത്? സുധാരേട്ടൻ എന്റെയാ, എന്റെ മാത്രം. വേറെ ആരും അതിൽ അവകാശം ചോദിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എനിക്ക് സഹിക്കില്ല. സുധാരേട്ടൻ മുഴുവനായി എന്റെയാ. നീ അങ്ങനെ എന്നെ മൊത്തമായിട്ട് വാങ്ങിയാലേ ചില്ലറ കച്ചവടക്കാരോട് ഞാൻ എന്തു പറയും? ഹൃദയം, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങളായെങ്കിലും എനിക്കോ നിനക്കോ തുറന്നൊന്ന് സംസാരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പരസ്പരം തുറന്ന് സംസാരിച്ചാൽ എന്റെയും നിന്റെയും പ്രശ്നങ്ങൾ പരമാവധി തീരും. Did you know Dravid and Sachin have failed more